എടാ മോനെ ചിലപ്പോൾ ഒരു ഇന്ത്യൻ ആക്ടറെ ഞെട്ടിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറുടെ ഒരു കോള് വരെ വന്നിട്ടുള്ളൊരു ആക്ടർ കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എവിടെ അത് ട്രാക്ക് ചെയ്യുക? എന്താണത്? പുള്ളിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലല്ലോ, അവരെന്നെ ഓഡിഷൻ റിജക്ട് ചെയ്ത്. ഓഡിഷൻ റിജക്ട് ചെയ്തതല്ല, പുള്ളിക്ക് കൺസേൺ എൻ്റെ ആക്സെന്റ് ആയിരുന്നു. അപ്പോൾ ഈ ആക്സെന്റിന് വേണ്ടി ഞാൻ അമേരിക്കയിൽ പോയി 3.5 മാസം 4 മാസം നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അതിന് പേയ്മെന്റ് ഇല്ല. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ വിട്ടതില്ല, അല്ലെങ്കിൽ ഞാൻ ഓടിയാണ്. ഞാൻ എൻ്റെ കമേഴ്ഷ്യൽസ് എനിക്ക് ഒരിക്കലും വർക്കൗട്ട് ആയില്ല. നീ ആക്സെന്റിന് വേണ്ടി ഞാൻ പോയി ഇത്രയും മെനക്കെടുക, എനിക്ക് അങ്ങനെ ഒരു ഫയർ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞ ഇപ്പം രണ്ടു തരം എക്സൈറ്റ്മെന്റ് അപ്പോൾ വരുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമ എന്നൊരു ടോട്ടൽ പ്രോസസ്സ്, ആരാണ് ഡയറക്ടർ എന്നുള്ള ചോദ്യമേ അവിടെ നിൽക്കുന്നില്ല. ഇപ്പുറത്ത് ഞാൻ പറയുന്നത് ഇപ്പം നെയിം ഡ്രോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇനരിറ്റിനെ പോലത്തെ ഒരു ഫിലിം മേക്കറുടെ ഒരു കോൾ ഇപ്പുറത്തുനിന്ന് വരുന്നു, ആ കോൾ എത്തിയിട്ടുള്ള ഒരു ആക്ടറാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം വരുമ്പോൾ എന്താണ് അതിൽ? ഓഡിഷൻ ഇല്ലായിരുന്നു, ചിലപ്പോൾ അതങ്ങ് പോയെന്ന്. ഒരു മീറ്റിംഗ് നടന്നപ്പോഴാണ് ഐ സ്പോക്ക് ഓൺ ദ വീഡിയോ കോൾ. പുള്ളിയും ഞാനായിട്ട് സംസാരിച്ചു. അപ്പൊ ആ കോൺവെർസേഷൻ കഴിയുമ്പോഴായിരിക്കും പുള്ളിക്ക് തോന്നിയത്, അയ്യോ ഇവനല്ലല്ലോ എനിക്ക് വേണ്ടതെന്ന് പുള്ളിക്ക് തോന്നി കാണും. അപ്പൊ ആ ഇന്ററാക്ഷനിലാണ് ഇപ്പം അൽത്താഫായിട്ട് ചിലപ്പോൾ അൽത്താഫ് ആദ്യമായിട്ട് എന്നോട് കഥ പറയാൻ വരുമ്പോൾ അൽത്താഫിന്റെ മനസ്സിലുള്ള ഒരാളല്ല ഞാനെങ്കിൽ അൽത്താഫ് ഓടുമുതൽ എന്നോട് പിച്ച് ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള മീറ്റിംഗ്സിൽ തന്നെ പോയ കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ എല്ലാ മാജിക്കും ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം എനിക്ക് ഇനിയും എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ അതിവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ കേരളത്തിൻ്റെ പുറത്തുപോയി ഒരു സിനിമ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും രീതിയിൽ എനിക്ക് റീഡിഫൈനിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയാലും അതിവിടെ ചെയ്യണം എന്നാണ്